മേയർക്ക് പരിക്കുണ്ട്, അതുപോലെ ഡെപ്യൂട്ടി മേയർക്ക് പരിക്കുണ്ട്. ഡെപ്യൂട്ടി മേയർ ആശാനാഥിന് ഉൾപ്പെടെ വലിയ പരിക്ക് ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലറായ സുഗതനെ പുറത്താക്കണം, അതായത് കൗൺസിലർ സ്ഥാനത്തു നിന്നും പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CPM കൗൺസിലർമാർ 2-3 ദിവസമായി ഈ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധം നടത്തുന്നു. ആ പ്രതിഷേധം ഇന്ന് നഗരസഭയുടെ ഉള്ളിലേക്ക് എത്തുകയായിരുന്നു. അതായത് മേയറുടെ ചേംബറിന് തൊട്ട് അടുത്തുള്ള ഇടനാഴിയിൽ CPM കൗൺസിലർമാർ പ്രതിഷേധം നടത്തുകയായിരുന്നു. ഈ പ്രതിഷേധത്തിനിടയിലേക്ക് മേയറും മറ്റ് കൗൺസിലർമാരും കടന്നു വരികയായിരുന്നു. ഇതിൽ വലിയ പരിക്ക്, അതായത് ആശാനാഥിനും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനും ഉൾപ്പെടെ വലിയ പരിക്ക് ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ ഇതാ കൗൺസിലർമാർ നിലവിലിപ്പോൾ ആശുപത്രിയിലേക്ക് ഈ ആശാനാഥിനെയും സംഘത്തെയും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു കുത്തിയിരുന്നുള്ളൊരു പ്രതിഷേധം CPM കൗൺസിലർമാർ നടത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള സംഘം ഇങ്ങോട്ട് വരുന്നത്. ഇതിനെ തുടർന്ന് ഉന്തും തള്ളും ഉണ്ടാകുന്നു, ചെറിയൊരു സംഘർഷാവസ്ഥ ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നിലവിലിപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ ഉൾപ്പെടെ, അതായത് ഡെപ്യൂട്ടി മേയറെ ഉൾപ്പെടെ നിലവിലിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവർക്ക് സാരമായുള്ള പരിക്ക് പറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേയർക്ക് പരിക്കുണ്ട്, അതുപോലെ ഡെപ്യൂട്ടി മേയർക്ക് പരിക്കുണ്ട്. പിന്നെ ദീപ എന്ന ഹോസ്പിറ്റൽ. എന്തായാലും ഒരു കൗൺസിലറാണ് നമ്മളോട് പ്രതികരിച്ചത്. അതായത് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ഉൾപ്പെടെ പരിക്കുണ്ട് എന്നാണ് പറയുന്നത്. അതായത് CPM കൗൺസിലർമാർ മേയറുടെ ചേംബറിന്, അതായത് പുറത്തുള്ള ഇടനാഴിയിൽ പ്രതിഷേധം നടക്കുന്ന സമയത്തായിരുന്നു മേയറും ഡെപ്യൂട്ടി മേയറും മറ്റ് കൗൺസിലർമാരും ഉൾപ്പെടെയുള്ള സംഘം അതിലൂടെ പ്രവേശിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ ഉടലെടുക്കുന്നത്. ഇതിനെ തുടർന്ന് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും അതുകൂടാതെ മറ്റ് BJPയുടെ കൗൺസിലർമാർക്കും എല്ലാവർക്കും പരിക്ക് പറ്റിയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അവരെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ചിലരുടെ കൈകളെല്ലാം തന്നെ മുറിഞ്ഞതെല്ലാം തന്നെ നമ്മുടെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായുണ്ട്. എന്തായാലും സംഘർഷാവസ്ഥ നിലനിന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള പരിക്ക് പറ്റിയെന്നാണ് ഇതാ മറ്റ് കൗൺസിലർമാരെല്ലാവരും തന്നെ നിലവിലിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. മേയറെയും ഡെപ്യൂട്ടി മേയറെയും അടക്കം നിലവിലിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നു. ജനറൽ ആശുപത്രിയിലേക്ക് അവരിപ്പോൾ പോയിരിക്കുകയാണ്. എന്തായാലും ഏറെ വലിയ ഒരു സുരക്ഷാ വീഴ്ചയാണ് നിലവിലിപ്പോൾ നഗരസഭയ്ക്ക് ഉള്ളിൽ നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. അതായത് പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടും മേയർക്കോ ഡെപ്യൂട്ടി മേയർക്കോ കൃത്യമായുള്ള സംരക്ഷണം നൽകുവാൻ നിലവിലിപ്പോൾ പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. അതിനുതകുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഡെപ്യൂട്ടി മേയർക്ക് സാരമായുള്ള പരിക്ക് ഏറ്റിരിക്കുന്നു. അതുകൂടാതെ മേയറെ അതിനു മുൻപ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. മറ്റു കൗൺസിലർമാർ നിലവിലിപ്പോൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഭൂരിപക്ഷം കൗൺസിലർമാർക്കും പരിക്ക് ഏറ്റ സാഹചര്യം നഖം കൊണ്ടും എല്ലാം തന്നെ ഇത്തരത്തിൽ സാരമായ പരിക്ക് പറ്റിയ സാഹചര്യം CPM കൗൺസിലർമാർ ആക്രമിച്ചു എന്നുള്ള കൃത്യമായുള്ള വിവരം തന്നെയാണ് BJPയുടെ കൗൺസിലർമാർ നിലവിലിപ്പോൾ നൽകുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. അതേസമയം തന്നെയാണ് CPM ഈ നഗരസഭയ്ക്ക് എതിരെയും അതുകൂടാതെ സുഗതനെ കൗൺസിലർ സ്ഥാനത്തു നിന്നും പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ സമരം നഗരസഭയ്ക്ക് മുൻപിൽ നടത്തുകയാണ്. അതിൽ ഒരു മാറ്റവുമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കടകംപള്ളി സുരേന്ദ്രനും മുൻ മന്ത്രിയായ ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളാണ് നിലവിലിപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. സമരം കടുപ്പിക്കാൻ തന്നെയാണ്
CPM നേതൃത്വത്തിൻ്റെയും CPM കൗൺസിലർമാരുടെയും നിലവിലുള്ള തീരുമാനം. ഈ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും പരിക്ക് പറ്റുന്നതും നിലവിലിപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നതും. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.